ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ക്യാബിനറ്റ് മന്ത്രിമാരെയും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെയും കുറിച്ച് നോക്കാം. രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അമിത് ഷാ ആഭ്യന്തരകാര്യവും സഹകരണ വകുപ്പും. ആഭ്യന്തരകാര്യം, സഹകരണ വകുപ്പ് അമിത് ഷായാണ് നോക്കുന്നത്. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ഹൈവേസ്. റോഡ് ഗതാഗതവും ഹൈവേസും നിതിൻ ഗഡ്കരിയുടെ ചുമതലയാണ്. ജഗത് പ്രകാശ് നഡ്ഡ ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കളും വളങ്ങളും. ആരോഗ്യം, കുടുംബക്ഷേമം, രാസവസ്തുക്കളും വളങ്ങൾ തുടങ്ങിയ വകുപ്പ് നോക്കുന്നത് ജഗത് പ്രകാശ് നഡ്ഡ. ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. ശിവരാജ് സിംഗ് ചൗഹാന്റെ വകുപ്പാണ് കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. അതേപോലെ നിർമ്മല സീതാരാമന്റെ വകുപ്പുകളാണ് ധനകാര്യം, കോർപ്പറേറ്റ് കാര്യവും. ധനകാര്യവും കോർപ്പറേറ്റ് കാര്യവും കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ. ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ, അദ്ദേഹത്തിനാണ് വിദേശകാര്യത്തിന്റെ ചുമതല. വിദേശകാര്യം നോക്കുന്നത് ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. മനോഹർ ലാൽ ഖട്ടർ ഭവന നഗരകാര്യം, അതേപോലെ ഊർജ വകുപ്പ്. ഭവന നഗരകാര്യം, ഊർജമൊക്കെ നോക്കുന്നത് മനോഹർ ലാൽ ഖട്ടർ. HD കുമാരസ്വാമി, അദ്ദേഹത്തിനാണ് ഹെവി ഇൻഡസ്ട്രീസും സ്റ്റീലിന്റെ വകുപ്പുമൊക്കെ നോക്കുന്നത് HD കുമാരസ്വാമി, ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് സ്റ്റീൽ. അടുത്തതായി പീയൂഷ് ഗോയൽ, അദ്ദേഹത്തിന് വാണിജ്യ വകുപ്പും വ്യവസായ വകുപ്പുമാണ്. വാണിജ്യം, വ്യവസായ വകുപ്പൊക്കെ നൽകിയിട്ടുള്ളത് പീയൂഷ് ഗോയലിനാണ്. ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാനാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ജിതിൻ റാം മാഞ്ചി, അദ്ദേഹത്തിന് സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ നോക്കണം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായം ജിതിൻ റാം മാഞ്ചിക്കാണ് മേൽനോട്ട ചുമതല. രാജീവ് രഞ്ജൻ സിംഗ്, അദ്ദേഹത്തിന് പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയെല്ലാം രാജീവ് രഞ്ജൻ സിംഗ് ആണ്. പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനമൊക്കെ രാജീവ് രഞ്ജൻ സിംഗിനാണ് നൽകിയിട്ടുള്ളത്. അടുത്തതായി സർബാനന്ദ സോനോവാളിനാണ് തുറമുഖ വകുപ്പ്, ഷിപ്പിംഗ്, ജലപാതയൊക്കെ നൽകിയിട്ടുള്ളത്. തുറമുഖം, ഷിപ്പിംഗ്, ജലപാത എന്നിവയെല്ലാം സർബാനന്ദ സോനോവാളിനാണ് നൽകിയിട്ടുള്ളത്. ഡോക്ടർ വീരേന്ദ്രകുമാറിന് സാമൂഹിക നീതിയും ശാക്തീകരണവും. സാമൂഹിക നീതി, ശാക്തീകരണം തുടങ്ങിയ വകുപ്പുകളാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ. കിഞ്ചരാപ്പു രാം മോഹൻ നായിഡു, അദ്ദേഹത്തിന് വ്യോമയാനം ആണ് നൽകിയിട്ടുള്ളത്. കിഞ്ചരാപ്പു രാം മോഹൻ നായിഡു, വ്യോമയാനം. പ്രഹ്ലാദ് ജോഷി, അദ്ദേഹത്തിന് ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി തുടങ്ങിയ മേഖല നൽകിയിട്ടുണ്ട്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി നൽകിയിട്ടുള്ളത് പ്രഹ്ലാദ് ജോഷിക്കാണ്. ജുവൽ ഓറം, ആദിവാസി ക്ഷേമം. ആദിവാസിയുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നത് ജുവൽ ഓറത്തിനാണ് ചുമതല നൽകിയിട്ടുള്ളത്. ഗോത്രകാര്യ വകുപ്പായിട്ടാണ് വരുന്നത് ആദിവാസി ക്ഷേമം. ശിവരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് വകുപ്പ് ശിവരാജ് സിംഗിനാണ്. അശ്വനി വൈഷ്ണവിന് കുറെ വകുപ്പുകളുണ്ട്. പ്രധാനമായും റെയിൽവേ ആണ്. അശ്വനി വൈഷ്ണവ് റെയിൽവേ. പിന്നെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാം അശ്വനി വൈഷ്ണവ്. പ്രധാനമായും റെയിൽവേ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അശ്വനി വൈഷ്ണവ്. അടുത്തത് ജ്യോതിരാദിത്യ എം സിന്ധ്യ, അദ്ദേഹത്തിനാണ് വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം എന്നീ മേഖല നൽകിയിട്ടുള്ളത്. വാർത്താവിനിമയം, വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനമൊക്കെ ജ്യോതിരാദിത്യ എം സിന്ധ്യയ്ക്കാണ് നൽകിയിട്ടുള്ളത്. ഭൂപേന്ദ്ര യാദവ്, അദ്ദേഹത്തിന് വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. ഭൂപേന്ദ്ര യാദവ്
വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വകുപ്പുകളാണ് നൽകിയിട്ടുള്ളത്. ഗജേന്ദ്ര സിംഗ് ശെഖാവത്ത് സാംസ്കാരികം, ടൂറിസം വകുപ്പുകൾ മേൽനോട്ട ചുമതല വഹിക്കുന്നു. ഗജേന്ദ്ര സിംഗ് ശെഖാവത്തിന് സാംസ്കാരികവും ടൂറിസം വകുപ്പുമാണ് നൽകിയിട്ടുള്ളത്. അടുത്തതായിട്ട് അന്നപൂർണ ദേവി, വനിതാ ശിശു വികസനമൊക്കെ നോക്കുന്നത് അന്നപൂർണ ദേവിയാണ്. വനിതാ ശിശു വികസനം. അടുത്തതായി കിരൺ റിജിജു, അദ്ദേഹത്തിന് പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യമൊക്കെ നൽകിയിട്ടുണ്ട്. പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യമൊക്കെ നോക്കുന്നത് കിരൺ റിജിജു ആണ്. ഹർദീപ് സിംഗ് പുരിക്ക് പെട്രോളിയം, പ്രകൃതിവാതകവും നൽകിയിട്ടുണ്ട്. ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയ വകുപ്പ് നോക്കുന്നത്. മൻസുഖ് മാണ്ഡവ്യ, തൊഴിൽ, യുവജനകാര്യം, കായികം. തൊഴിൽ, യുവജനകാര്യം, കായികമൊക്കെ നോക്കുന്നത് മൻസുഖ് മാണ്ഡവ്യ. ജി കിഷൻ റെഡ്ഡി, കൽക്കരി, കനി എന്നീ മേഖലകൾ. ജി കിഷൻ റെഡ്ഡിക്കാണ് കൽക്കരിയും കനിയും ഒക്കെ നോക്കുന്നത്. അടുത്തതായിട്ട് ചിരാഗ് പസ്വാൻ, ഭക്ഷ്യ സംസ്കരണ വ്യവസായം ഒക്കെ നോക്കുന്നത് ചിരാഗ് പസ്വാനാണ്. സി ആർ പട്ടേൽ, അദ്ദേഹത്തിന് ജലശക്തി വകുപ്പാണ് നൽകിയിട്ടുള്ളത്. സി ആർ പട്ടേൽ, ജലശക്തി. ഇനി കുറച്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരെ കൂടിയുണ്ട്, അവരെ കൂടി നോക്കാം. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ, അവരുടെ വകുപ്പുകൾ. റാവു ഇന്ദർജിത് സിംഗ്, അദ്ദേഹത്തിന് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി. അതൊരു സ്വതന്ത്ര ചുമതലയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു. അതേപോലെ ആസൂത്രണ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി സ്വതന്ത്ര ചുമതലയായിട്ട് പ്രവർത്തിക്കുന്നു. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിട്ടും പ്രവർത്തിക്കുന്നു. ആസൂത്രണ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി, സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയുമായിട്ടും റാവു ഇന്ദർജിത് സിംഗ് പ്രവർത്തിക്കുന്നു. ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ സഹമന്ത്രി, സ്വതന്ത്ര ചുമതലയിൽ ഏറ്റിട്ടുണ്ട്. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ സംസ്ഥാന മന്ത്രി, അതും സ്വതന്ത്ര ചുമതലയായിട്ടാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സഹമന്ത്രി, പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ്, പെൻഷൻ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിട്ടും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രവർത്തിക്കുന്നു. അതേപോലെ ആണവോർജ വകുപ്പിന്റെ സഹമന്ത്രിയായിട്ടും ബഹിരാകാശ വകുപ്പിലെ സഹമന്ത്രിയായിട്ടും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പ്രവർത്തിക്കുന്നു. ശ്രീ അർജുൻ റാം മേഘ്വാൾ, നിയമനീതി മന്ത്രാലയത്തിന്റെ സഹമന്ത്രി, സ്വതന്ത്ര ചുമതലയായിട്ട് അർജുൻ റാം മെഹ്വാൾ നിയമനീതി മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുന്നു. പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി കൂടിയാണ് ശ്രീ അർജുൻ റാം മെഹ്വാൾ. ശ്രീ ജാദവ് പ്രതാപറാവു ഗണപതി റാവു ആയുഷ് മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിട്ട് സ്വതന്ത്ര ചുമതലയിൽ ഉണ്ട്. അതേപോലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി കൂടിയാണ് ശ്രീ ജാദവ് പ്രതാപറാവു ഗണപതി റാവു. ശ്രീ ജയന്ത് ചൗധരി, നൈപുണ്യ വികസനം സംരംഭകത്വ മന്ത്രാലയത്തിന്റെ സഹമന്ത്രി, സ്വതന്ത്ര ചുമതലയിൽ ഉണ്ട്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിട്ടും ശ്രീ ജയന്ത് ചൗധരി പ്രവർത്തിക്കുന്നു. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കേന്ദ്ര മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ, അതേപോലെ ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.